ഹായ് ഹലോ വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലേറ്റവും ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ എക്സാമിൻ്റെ സിലബസ് എന്താണെന്നുള്ളത്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ഭാഗം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. ഇവിടെയാണ് സിലബസ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. So in this session, I'm going to give you a brief introduction regarding UGC NET English syllabus. So as we all know that നമ്മുടെ എക്സാം വരുന്നത് 3 hours-ലാണ്. നമുക്ക് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഫ്രം പേപ്പർ 1 ആൻഡ് റിമൈനിങ് 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരിക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് 300 മാർക്സ് ആണ് ടോട്ടലായിട്ട് വരുന്നത്. ഇനി നമ്മൾ UGCൻ്റെ സൈറ്റിൽ പോയിട്ട് സിലബസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കാണാൻ കഴിയുക. ടോട്ടൽ നമുക്ക് 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 1 ഡ്രാമയാണ്, യൂണിറ്റ് 2 പോയട്രി ആണ്, യൂണിറ്റ് 3 ഫിക്ഷൻസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആണ്, യൂണിറ്റ് 4 നോൺ ഫിക്ഷണൽ പ്രോസ് ആണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് 1 ഡ്രാമ എന്നുള്ളത് വി ഹാവ് ടു ഡീൽ വിത്ത് ആൻഷ്യൻ ഗ്രീക്ക് ഡ്രാമ അപ് ടു ദ പോസ്റ്റ് മോഡേൺ കണ്ടംപററി ഡ്രാമ. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഇവിടെ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇന്ത്യൻ ഡ്രാമയും നമ്മൾ പഠിക്കണം, അമേരിക്കൻ ഡ്രാമയും നമ്മൾ പഠിക്കണം. ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ഡ്രാമയും കുറച്ച് പോയട്രിയും കുറച്ച് ഷോർട്ട് സ്റ്റോറീസും ഒക്കെ പഠിക്കാതെ നമുക്ക് വേണ്ടത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്രൊണോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഹിയർ ഇറ്റ് ഈസ് വി ആർ പ്രൊവൈഡിങ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1 to 4 യൂണിറ്റ്സിനെ കമ്പൈൽ ചെയ്തിട്ട് ഡ്രാമ, ഷോർട്ട് സ്റ്റോറി, നോൺ ഫിക്ഷൻ ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ട് ഒരൊറ്റ ടൈറ്റിലിൻ്റെ അണ്ടറിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ദെൻ അമേരിക്കൻ ലിറ്ററേച്ചർ, ദെൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, നോൺ യൂറോപ്യൻ ലിറ്ററേച്ചർ. നമ്മൾ ഒരു തവണയെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എക്സാമിന് എന്നുള്ളത്. നമുക്ക് പറയാം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എക്സാമിൻ്റെ ഒരു കോർ സ്റ്റഡി ഏരിയ ആണെന്ന് പറയാം. അറൗണ്ട് 30 to 35 ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ ഓരോ ലിറ്റററി പീരിയഡ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ ക്രൊണോളജി ബേസ് ചെയ്തിട്ട് ഓരോ ഓതേഴ്സിനെയും അറേഞ്ച് ചെയ്ത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ പഠിക്കുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ദെൻ മിഡിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, റിനേസൻസ് പീരിയഡ് വരുന്നുണ്ട്, അങ്ങനെ അപ് ടു പോസ്റ്റ് മോഡേൺ പീരിയഡ് വരെ നമ്മൾ ഓരോ പീരിയഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓതേഴ്സിനെ, മേജർ ആൻഡ് മൈനർ റൈറ്റേഴ്സിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു അമേരിക്കൻ ലിറ്ററേച്ചർ കമ്പയർഡ് ടു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചറിന് ക്വസ്റ്റ്യൻസ് കുറവാണ് എങ്കിലും നമ്മൾ ഇതിനെയും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ ലിറ്റററി പീരീഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. റിയലിസ്റ്റിക് പീരീഡ്, കണ്ടംപററി പീരീഡ്, റൊമാൻറ്റിക് പീരീഡ്, ഓരോരോ പീരീഡിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സിനെ പഠിക്കുന്നുണ്ട്, അവരുടെ മേജർ ആൻഡ് മൈനർ വർക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ലേവ് നറേറ്റീവ്സും പഠിക്കുന്നുണ്ട്, അതുപോലെ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറും പഠിക്കുന്നുണ്ട്. ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, കരീബിയൻ ലിറ്ററേച്ചർ. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ്. കാരണം ഒരു എക്സാമിന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ നോൺ യൂറോപ്യൻ ലിറ്ററേച്ചർ. നോൺ യൂറോപ്യൻ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നത് റഷ്യൻ ലിറ്ററേച്ചർ, ഇറ്റാലിയൻ ലിറ്ററേച്ചർ, ഫ്രഞ്ച് ലിറ്ററേച്ചർ, ജർമ്മൻ ലിറ്ററേച്ചർ എക്സെട്ര. ഇത്രയാണ് നമ്മൾ 1 to 4 യൂണിറ്റ്സിൻ്റെ അണ്ടറിൽ കവർ ചെയ്യുന്നത്. 5th യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ലിംഗ്വിസ്റ്റിക്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടെർമിനോളജീസ് ഉണ്ട്, ലൈക്ക് ഫണറ്റിക്സ്, ഫൊണോളജി, മോർഫോളജി, സിൻഡാക്സ്, സെമാൻറ്റിക്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ലൈക്ക് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക്, എത്നോ ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ അണ്ടറിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ യൂണിറ്റ് 5 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 6 നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫീച്ചേഴ്സ്. നമുക്കറിയാം ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആസ് എ കൊളോണിയൽ ലാംഗ്വേജ്. സോ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ എവല്യൂഷൻ, ആൻഡ് ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ്, ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത്, ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. ദെൻ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നമുക്ക് 10 to 15 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
അത്രത്തോളമാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ പോയട്രി, ഇന്ത്യൻ ഡ്രാമ, ഇന്ത്യൻ പ്രോസ് ഒക്കെയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ദലിത് ആൻഡ് റീജിയണൽ ലിറ്ററേച്ചറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത്ത് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് കൾച്ചറൽ സ്റ്റഡീസ്. എങ്ങനെയാണ് ദ ബർത്ത് ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചറൽ സ്റ്റഡീസിൽ വരുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡിഫൈനിങ് ഫിഗേഴ്സ് ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കീ ടേംസുകൾ എന്തൊക്കെയാണ്, അതുപോലെ മീഡിയ സ്റ്റഡീസ്. ഇത്രയുമാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസിൽ പഠിക്കുന്നത്. ദെൻ എയ്ത്ത് യൂണിറ്റിൽ ലിറ്റററി ക്രിറ്റിസിസമാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഏൻഷ്യൻ ഗ്രീക്ക് ക്രിട്ടിക്സ് ആയിട്ടുള്ള പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ്, ഹൊറേസ്, ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇംഗ്ലീഷ് ക്രിട്ടിക്സിൽ നമ്മൾ സിഡ്നിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഏർണോൾഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡ്രൈഡനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, വേർഡ്സ്വർത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോളറിഡ്ജിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ദെൻ ഏലിയറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ വർക്ക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ദെൻ നയൻത്ത് യൂണിറ്റിലാണ് നമ്മൾ ലിറ്റററി തിയറിയെ കുറിച്ച് പഠിക്കുന്നത്. ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ II. ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലിറ്റററി തിയറീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലൈക്ക് ഫോമലിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, മാർക്സിസം, ഫെമിനിസം, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എക്സെട്ര. ഇത്രയും ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഓരോ ഫിഗേഴ്സിനെ കുറിച്ച്, മേജർ ക്രിട്ടിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അവരുടെ വർക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ കോയിൻ ചെയ്തിട്ടുള്ള ചില കീ ടേംസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയാണ് 9th യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റ് 10th യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. ഇതിൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് മേർജ് ചെയ്തിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, റിസർച്ചിൽ വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ പ്ലേജിയറിസത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്ലേജിയറിസത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ ഒരു റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് എഴുതുന്നത്, റിസർച്ചിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുന്നത്, ബിബ്ലിയോഗ്രഫി എന്താണ്, റെഫറൻസ് എന്താണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി MLA ഫോമാറ്റിൽ എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് 10th യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇംഗ്ലീഷ് സിലബസ്. ഓക്കെ, ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന എക്സാമിന് നല്ല സ്കോർ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.